നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നെൽകർഷക പാക്കേജിനായി 750 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് മോൻസ് ജോസഫ് MLA. ബേബി കമ്മീഷൻ റിപ്പോർട്ട് കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യണം. കർഷകരെ അവഗണിച്ചാൽ കേരള കോൺഗ്രസ് സമരത്തിനിറങ്ങുമെന്നും മോൻസ് ജോസഫ്. പാലാ നഗരത്തിൽ MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പോലീസ് പിടിയിലായത് ഈരാറ്റുപേട്ട സ്വദേശികൾ. MDMA എത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്നും. എരുമേലി ഒരുങ്ങി. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ ശനിയാഴ്ച പേട്ടതുള്ളും. സുരക്ഷ ശക്തം, ഗതാഗത നിയന്ത്രണവും. വാഴൂരിൽ ശലഭ സംഗമം തുടങ്ങി. 3 ദിവസങ്ങളിലായി വയോജനങ്ങൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. U3A-യുടെ സംസ്ഥാന സംഗമം നടത്തുന്നത് MG സർവകലാശാല. വാർത്തകൾ വിശദമായി. നെൽകർഷകരെ സഹായിക്കാൻ സംസ്ഥാന ബജറ്റിൽ പ്രത്യേക പാക്കേജ് വേണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. നിയമസഭയിൽ പലതവണ ഈ ആവശ്യമുന്നയിച്ചിട്ട് സർക്കാർ പരിഗണിച്ചില്ലെന്നും MLA കുറ്റപ്പെടുത്തി. നെൽകർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് കേരള കോൺഗ്രസ് കോട്ടയം പാടി ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തെ നെൽകർഷകരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജിന് രൂപം നൽകണമെന്നും കേരള ബജറ്റിൽ 750 കോടി രൂപ വകയിരുത്തണമെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. കേരള കർഷക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം പാടി ഓഫീസ് പടിക്കൽ നടത്തിയ 2ാം ഘട്ട സംസ്ഥാനതല നെൽകർഷക സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4 വർഷമായി നെല്ലുവിലയിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ സർക്കാർ നെൽകർഷകരെ കബളിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാർ താങ്ങുവിലയായി നൽകിയ 4.32 രൂപ പോലും നൽകാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറാകാത്തത് കർഷകരോടുള്ള അവഗണനയാണ്. സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് എത്രയും വേഗം നൽകണം. പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നെൽകർഷകരെ ഇതുപോലെ വഞ്ചിച്ചുകൊണ്ട് എല്ലാ വർഷവും ഗവൺമെന്റ് കർഷക ആത്മഹത്യക്ക് ഇടവരുത്തുകയാണ്. നെൽകൃഷിക്കാർക്ക് വേണ്ടി ശാശ്വതമായ ഒരു പാക്കേജ് കേരളത്തിൽ ആവിഷ്കരിക്കണം എന്ന നിയമസഭയിൽ കേരള കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും എല്ലാം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഗവൺമെന്റ് ഇതുവരെ അത് ചെവിക്കൊള്ളാനോ നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല. കേരള കർഷക യൂണിയനും കേരള കോൺഗ്രസ് പാർട്ടിയും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, നെൽ കർഷകർക്ക് ശാശ്വതമായ സംരക്ഷണം നൽകാൻ കഴിയുന്ന വിധത്തിൽ ഒരു നെൽ കർഷക പാക്കേജ് ഇവിടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഫെബ്രുവരി 7 വരാൻ പോകുന്ന ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഞങ്ങൾ ഇവിടെ ശക്തമായി ഉന്നയിക്കുകയാണ്. നെൽകർഷക പ്രശ്നങ്ങൾ സംബന്ധിച്ച് തയ്യാറാക്കിയ ബേബി കമ്മീഷൻ റിപ്പോർട്ട് കർഷക സംഘടനകളും കർഷക പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് കർഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഭേദഗതികളോടെ നടപ്പാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. നെൽകർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമസഭാ സമ്മേളനത്തിൽ തയ്യാറാകുന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയും കർഷക യൂണിയനും സംസ്ഥാന വ്യാപകമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷനായി. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണവും കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജെയിംസ് ആമുഖ പ്രസംഗവും നടത്തി. പാർട്ടി നേതാക്കളായ തോമസ് കണ്ണന്തറ, ജെയ്സൺ ജോസഫ്, VJ ലാലി, സന്തോഷ് കാവുകാട്ട്, അജിത്ത് മുദ്രമല, ബിനു, കർഷക യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ ജോജി തെക്കേടത്ത്, ബേബി തോമസ്, ബേബി തോട്ടത്തിൽ, CT തോമസ്, ജോർജ് കിഴക്കുമശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരത്തിൽ MDMA-യുമായി 2 യുവാക്കൾ പോലീസ് പിടിയിലായി. ഈരാറ്റുപേട്ട സ്വദേശികളായ റിയാസ് സഫീർ, മുഹമ്മദ് ഫിറോസ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. 0.94 മില്ലിഗ്രാം MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. പാലാ നഗരത്തിൽ MDMA-യുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. ബാംഗ്ലൂർ ബസ്സിൽ വന്നിറങ്ങിയ യുവാക്കളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഈരാറ്റുപേട്ട സ്വദേശികളാണ് പിടിയിലായത്. ഈരാറ്റുപേട്ട നാടക്കൽ വള്ളംപറമ്പിൽ റിയാസ് സഫീർ, പത്തായപ്പടി പേരമ്പലത്തിൽ മുഹമ്മദ് ഫിറോസ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. പാല മഹാറാണി ജംഗ്ഷനിൽ വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. സംഭവം പറഞ്ഞ ധാരാളം ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി. കോട്ടയം SP-യുടെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇവരെ പിന്തുടർന്നെത്തി കസ്റ്റഡിയിലെടുത്തത്. പാലാ പോലീസും പാലാ എക്സൈസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ശനിയാഴ്ച എരുമേലിയിൽ നടക്കും. രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചകഴിഞ്ഞ് ആലങ്ങാട്ട് സംഘവും പേട്ടകെട്ടും. എരുമേലിയിൽ നിയന്ത്രണം ശക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ശനിയാഴ്ച നടക്കും. രാവിലെ ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ടു പറക്കുന്നത് ദർശിച്ച ശേഷമാണ് അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്കാണ് പേട്ടസദ്യ. ഉച്ചകഴിഞ്ഞ് 3-ന് ഭഗവാന്റെ പ്രസിദ്ധമായ നക്ഷത്രം മാനത്ത് തെളിയുമ്പോഴാണ് അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാന
പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. 6-ന് പേട്ടതുള്ളൽ ക്ഷേത്രത്തിൽ സമാപിക്കും. 8-ന് കളമെഴുത്തും പാട്ടും തുടർന്ന് എതിരേൽപ്പും നടക്കും. പേട്ടതുള്ളലിനോടനുബന്ധിച്ച് എരുമേലിയിൽ സുരക്ഷ ശക്തമാക്കി. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, എരുമേലി. മഹാത്മാഗാന്ധി സർവകലാശാല മുതിർന്ന പൗരന്മാർക്കായി നടത്തുന്ന U3A സംസ്ഥാന സമ്മേളനത്തിന് വാഴൂരിൽ തുടക്കമായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ശലഭ സംഗമം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി സർവകലാശാല മുതിർന്ന പൗരന്മാർക്കായി നടത്തുന്ന U3A സംസ്ഥാന സമ്മേളനത്തിന് വാഴൂർ അനുഗ്രഹം റിന്യൂവൽ സെന്ററിൽ തുടക്കമായി. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഫോർ തീം സെന്റേഡ് ഇന്ററാക്ഷനും വാഴൂർ ഗ്രാമപഞ്ചായത്തും സഹകരണത്തോടെയാണ് ശലഭ സംഗമം നടത്തുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ശലഭോത്സവം ഉദ്ഘാടനം ചെയ്തു. വയോജന നയവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് പോളിസിയിൽ മാറ്റം വരുത്തണമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ഭാഗം മധ്യപ്രായം കഴിഞ്ഞവരാണ്. വരാൻ പോകുന്ന കാലം ആ മേഖലയിൽ കൂടി കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. നമ്മുടെ വയോജന നയവുമായി ബന്ധപ്പെട്ടും വയോജന കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്ത് വരികയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമ്മുടെ ബഡ്ജറ്റിൻ്റെ പോളിസിയിൽ മാറ്റം ഉണ്ടാകേണ്ട കാലം വരിക. കാരണം കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഈ പറഞ്ഞ പോലെ ഒരു മധ്യകാലഘട്ട പ്രായം കഴിഞ്ഞ ആളുകൾ നമ്മുടെ ജനറേഷൻ, നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു ഘടനയാണ്. സ്വാഭാവികമായി തന്നെ ഇനി വരാൻ പോകുന്ന ആശയങ്ങളും പോളിസികളും വരാൻ പോകുന്ന നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ആ മേഖലയെ കൂടെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവരെ കൂടി എത്തിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രം അവരുടേതായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയും ഉത്തരവാദിത്വം. MGU3A ഡയറക്ടർ ഡോക്ടർ ടോണി കെ തോമസ് അധ്യക്ഷനായി. വാഴൂർ ആക്ടിംഗ് പ്രസിഡന്റ് സേതുലക്ഷ്മി, ഡോക്ടർ തോമസ് എബ്രഹാം, ശ്രുതി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. 12-ാം തീയതി വരെ ശലഭ സംഗമം തുടരും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി 2.0 പദ്ധതിയുടെ ഭാഗമായി പുതുപ്പള്ളി മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കരിയർ കേഡറ്റ്സ് പദ്ധതി ശനിയാഴ്ച നടക്കും. രാവിലെ 9:30-ന് പുതുപ്പള്ളി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിന് ഇത് അഭിമാനത്തിന്റെ നിമിഷം. നാക് റിഫോംസ് കോർ കമ്മിറ്റിയിൽ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് നിയമിതയായി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ മെച്യൂരിറ്റി ബേസ്ഡ് ഗ്രേഡ് ലെവൽ കോർ കമ്മിറ്റിയിൽ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് നിയമിതയായി. അക്രഡിറ്റേഷനിലും റാങ്കിങ്ങിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനു വേണ്ട ചട്ടക്കൂടും പ്രവർത്തന രീതിയും വികസിപ്പിക്കുന്നതിനാണ് MGL കോർ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 20-അംഗ കോർ കമ്മിറ്റിയിലാണ് കേരളത്തിൽ നിന്ന് ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് നിയമിതയായിരിക്കുന്നത്. ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് BTech ബിരുദവും ചൈന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും MTech ബിരുദാനന്ദ ബിരുദവും ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും ഡോക്ടറേറ്റും കൊറിയ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പോസ്റ്റ് ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്വിഷ്ഡ് എഞ്ചിനീയറിംഗ് ടീച്ചർ ഓഫ് കേരള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബിനെ തേടിയെത്തിയിട്ടുണ്ട്. ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബിന്റെ അക്കാദമിക ഭരണരംഗത്തെ പരിചയവും സംഭാവനകളും പരിഗണിച്ചാണ് ഈ പുതിയ നിയമനം. 2022 മുതൽ അമൽജ്യോതി കോളേജിന്റെ പ്രിൻസിപ്പലായി തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശ്രവണം 2025-ന് തുടക്കമായി. വയോജനങ്ങൾക്ക് ഇയർഫോൺ വിതരണം ചെയ്യുന്നതിനായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 7 പഞ്ചായത്തുകളിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 166-ൽ പരം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 2024-25 വാർഷിക പദ്ധതിയിൽ 8 ലക്ഷം രൂപ വകയിരുത്തിയ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ശ്രവണ സഹായ യന്ത്രം വിതരണം നടത്തും. 8000 രൂപ മുതലുള്ള വില കൂടിയ യന്ത്രങ്ങളാണ് വിതരണം നടത്തുന്നത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മൾ സർക്കാർ തരുന്നതാണെന്ന് ഓർത്തുകൊണ്ട് ഇത് ഒരു നിസ്സഹായാവസ്ഥയിൽ കാണരുത്. ഈ ഉപകരണം കൃത്യമായിട്ടും ഭംഗിയായിട്ടും നമ്മൾ അതിന് ബാറ്ററി ഉൾപ്പെടെയാണ് ആ മിഷൻ തരുമ്പോൾ അതിന് ഏതാണ്ട് 4 ബാറ്ററി ഉൾപ്പെടെയാണ് കിട്ടുന്നത്. അത് ഓരോന്നിനും ചാർജ് ചെയ്യുമ്പം അത് പിള്ളേരോ അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് അത് കറക്റ്റായിട്ട് മാറിയിടുകയും
നമ്മൾ കുളിക്കുമ്പോൾ അത് ഊരി വെക്കുകയും എണ്ണ തേക്കുമ്പോൾ അതിൽ എണ്ണ പറ്റാതിരിക്കുമ്പോൾ അതിന് മുന്നേ എടുത്ത് മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യണം. അവരത് പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് ചെയ്താൽ കാലങ്ങളോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു ഇലക്ട്രിക് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് നശിച്ചു പോകാനിടയുണ്ട്. നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഉപകരണം നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് നിങ്ങളുടെ ഭാവി ജീവിതത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ ശബ്ദങ്ങളും തിരിച്ചറിയാൻ സാധിക്കട്ടെ. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കാക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശികുമാർ, സ്ഥിരം സമിതി ചെയർമാൻമാരായ TJ മോഹനൻ, ഷക്കീല നസീർ, മെമ്പർമാരായ PK പ്രദീപ്, രത്നമ്മ രവീന്ദ്രൻ, ജോഷി മംഗലം, ഡാനി ജോസ്, അനു ഷിജു, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു മോഹൻ, റോജി മുട്ടത്ത്, DCPOമാരായ മിനി ജോസഫ്, ഗീത PK, ജോയിൻ DDO T സിയാദ്, പ്ലാൻ ക്ലർക്ക് ദിലീപ് കയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാലാ ചേർപ്പുങ്കൽ പഴയ റോഡ് ജംഗ്ഷനിൽ അപകടം പതിവായി. പ്രധാന പാതയെന്നറിയാതെയാണ് ഇവിടെ വാഹനങ്ങൾ വന്നു കയറുന്നത്. ഹമ്പ് പണിയണമെന്ന യാത്രക്കാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചേർപ്പുങ്കൽ പഴയ റോഡ് ജംഗ്ഷനിൽ അപകടം പതിവായി. പാലാ ഭാഗത്തു നിന്ന് വരുന്നതും പൂഞ്ഞാർ ഏറ്റുമാനൂർ സംസ്ഥാന പാത ഭാഗത്തു നിന്ന് വരുന്നതുമായ വാഹനങ്ങൾ ചേർപ്പുങ്കൽ പഴയ ജംഗ്ഷനിൽ പ്രധാന റോഡ് ഉണ്ടെന്നറിയാതെ അശ്രദ്ധയോടെ കടക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. പ്രധാന റോഡിൽ കയറിയ ശേഷം മാത്രമാണ് റോഡിൽ എത്തിയെന്ന് യാത്രക്കാർ മനസ്സിലാക്കുന്നത്. ഇത് മിക്ക ദിവസവും ചെറുതും വലുതുമായ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചെറുവഴികളിൽ രണ്ടിലും ഹമ്പ് നിർമ്മിക്കണമെന്ന നാട്ടുകാരും യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം അധികൃതർ ഗൗനിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. 130ാമത് മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി 9 മുതൽ 16 വരെ പമ്പാ നദിയിലെ മാരാമൺ മണൽപ്പുറത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. 2025 ഫെബ്രുവരി 9-ാം തീയതി ഞായറാഴ്ച 2:30 മണിക്ക് ആരംഭിക്കുന്നതായിട്ടുള്ള കൺവെൻഷനിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. മാരാമൺ കൺവെൻഷൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മലങ്കരയുടെ 22ാം മാർത്തോമായുമായ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന യോഗത്തിൽ അഖില ലോക സഭാ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളി സ്വിറ്റ്സർലൻഡ് മുഖ്യ സന്ദേശം നൽകുന്നതുമാണ്. ആലപ്പി രംഗനാഥിന്റെ 3ാമത് ചരമവാർഷിക ദിനാചരണവും സ്വാമി സംഗീത പുരസ്കാര സമർപ്പണവും ഈ മാസം 18-ന് ചങ്ങനാശ്ശേരി പെരുന്ന ഗൗരി മഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ട്രസ്റ്റിന്റെ 3ാമത് സ്വാമി സംഗീത പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിന് സമ്മാനിക്കും. ആലപ്പി രംഗനാഥ മേഷ പേരിലുള്ള ആലപ്പി രംഗനാഥ മാസ്റ്റർ ട്രസ്റ്റിന്റെ പേരിൽ ഉള്ള ഈ വർഷത്തെ സ്വാമി സംഗീത പുരസ്കാരം പ്രസിദ്ധ ഗാന സംവിധായകനും കവിയും സിനിമാ പ്രവർത്തകനുമൊക്കെയായ ആകാശവാണിയുടെ A ഗ്രേഡ് ആർട്ടിസ്റ്റുമൊക്കെ ആയിരുന്ന പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് അവർക്കാണ്. ഈ വരുന്ന 19-ാം തീയതി 18-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി ബിന്ദു അവറുകൾ അവാർഡ് നൽകുന്നതാണ്. പ്രശസ്തരായ പല വ്യക്തികളും അതിൽ പങ്കെടുക്കുകയും അന്ന് മുഴുവൻ ഒരു കലാസന്ധ്യയും നടത്തപ്പെടുന്നതാണ്. അറിയിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാരിന്റെ തൊഴിലും നൈപുണ്യ വകുപ്പും ചേർന്ന് RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടത്തുന്നു. ജനുവരി 13 ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിലാണ് മേള. അപ്രന്റീസ് പരിശീലനത്തിന് അവസരം ഒരുക്കാനുള്ള മേളയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും പങ്കെടുക്കും. വിവിധ ITI ട്രേഡുകളിൽ യോഗ്യത നേടിയവർക്ക് പങ്കെടുക്കാം. രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് രജിസ്ട്രേഷൻ. വിവരങ്ങൾക്ക് ഫോൺ 048125618003. ജില്ലാ ലേബർ ഓഫീസിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ അടക്കം 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 2015-ന് ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനമായിരിക്കണം. ടെൻഡറുകൾ ജനുവരി 20-ന് വൈകിട്ട് 5 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 048125644365.
ജില്ലാ പഞ്ചായത്തും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിക്ക് ക്ഷീര കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട ക്ഷീര കർഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം കുറവിലങ്ങാട് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ക്ഷീരസംഘങ്ങളിൽ നിന്ന് ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 0482924378. ചിറക്കടവ് വെസ്റ്റ് ശ്രീശങ്കര കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം ശനിയാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് അരവിന്ദാപുരം ചിറക്കടവ് വെസ്റ്റ് ഐക്യോദയം NSS കരയോഗം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെൽകർഷക പാക്കേജിനായി 750 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് മോൻസ് ജോസഫ് MLA. ബേബി കമ്മീഷൻ റിപ്പോർട്ട് കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യണം. കർഷകരെ അവഗണിച്ചാൽ കേരള കോൺഗ്രസ് സമരത്തിനിറങ്ങുമെന്നും മോൻസ് ജോസഫ്. പാലാ നഗരത്തിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. പോലീസ് പിടിയിലായത് ഈരാറ്റുപേട്ട സ്വദേശികൾ. MDMA എത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്നും. എരുമേലി ഒരുങ്ങി. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ ശനിയാഴ്ച പേട്ടതുള്ളും. സുരക്ഷ ശക്തം. ഗതാഗത നിയന്ത്രണവും. വാഴൂരിൽ ശലഭ സംഗമം തുടങ്ങി. 3 ദിവസങ്ങളിലായി വയോജനങ്ങൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. U3A സംസ്ഥാന സംഗമം നടത്തുന്നത് MG സർവകലാശാല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.